പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് കാനഡ. സെപ്റ്റംബറിൽ ഇക്കാര്യത്തിൽ പ്രഖ്യാപനം നടത്തിയേക്കും. ഇതോടെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്ന മൂന്നാമത്തെ G7 രാജ്യമായി കാനഡ മാറും. Canada intends to recognize the state of Palestine at the 80th session of the United Nations General Assembly in September 2025. This intention is predicated on the Palestinian Authority's commitment to much-needed reform, including commitments by the Palestinian Authority's President Abbas to fundamentally reform its government, to hold general elections in 2026 in which Hamas can play no part, and to demilitarize the Palestinian state. Canada will increase its efforts in supporting strong democratic governance in Palestine and the contributions of its people to a more peaceful and hopeful future. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. വിവരങ്ങളുമായി അജയ് സുധാ ബിജു നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. ഫ്രാൻസിനും UK-ക്കും പിന്നാലെ കാനഡ കൂടി പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്നുള്ള തീരുമാനം അറിയിച്ചിരിക്കുകയാണ്. അതെ ആര്യ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാലസ്തീനിൽ ഉയർന്നു വരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും അവിടെയുള്ള പ്രശ്നങ്ങളും എല്ലാം ചർച്ച ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ അതെല്ലാം കാരണമാണ് നേരത്തെ രണ്ട് G7 രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസും അതുപോലെ തന്നെ UK-യും പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർക്ക് പിന്നാലെ കാനഡയും ഇത്തരത്തിൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കും എന്ന് നിലവിൽ പറഞ്ഞിരിക്കുകയാണ്. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ 80ാമത് സെഷനിലായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുക എന്ന് മാർക്ക് കാർണി വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഇത്തരത്തിലുള്ള സ്വതന്ത്ര രാഷ്ട്ര പ്രഖ്യാപനം അത് എത്രനാൾ നീളും, അതിൻ്റെ ഭാവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് അടുത്ത വർഷം ഹമാസിൻ്റെ പിന്തുണയില്ലാതെ പലസ്തീനിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അത് തീർച്ചയായിട്ടും പലസ്തീനിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണം. അതുപോലെ തന്നെ പലസ്തീനെ ഇത് ഡീമിലിറ്ററൈസ് ചെയ്യണം, അവിടെയുള്ള ആയുധങ്ങളുടെ അളവ് കുറയ്ക്കണം, അതുപോലെ തന്നെ സംഘർഷങ്ങളിൽ നിന്ന് പിന്മാറണം, അതുപോലെ പിടിച്ചെടുത്തിട്ടുള്ള മറ്റ് ആൾക്കാരെ അത് മോചിപ്പിക്കാനായിട്ട് തയ്യാറാകണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ മാർക്ക് കാർണി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ഈ പാലസ്തീനിൽ ഒരു ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കാനഡയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ലഭ്യമായിരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാനഡ വർഷങ്ങളായി ഇസ്രായേലിനും പാലസ്തീനിനും ഇടയിലുള്ള സംഘർഷങ്ങൾക്ക് പരിഹാരം ദ്വിരാഷ്ട്ര നയമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നതും അത്തരത്തിൽ ദ്വിരാഷ്ട്ര നയമാണ് ഈ പ്രശ്നങ്ങൾക്ക് അന്തിമ പരിഹാരം എന്നാണെന്നും അദ്ദേഹം പറയുന്നു. ഇസ്രായേൽ പാലസ്തീനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും അതുപോലെ തന്നെ പട്ടിണി മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് അന്തിമ പരിഹാരം എന്നത് ഈ ദുരാഷ്ട്ര നയമാണ്. കാനഡ തീർച്ചയായിട്ടും യുദ്ധത്തിന് മേൽ സമാധാനത്തെ ആഗ്രഹിക്കുന്നു. ഈ സമാധാനത്തിന് മേലുള്ള തങ്ങളുടെ പിന്തുണയും നയവും കാരണമാണ് ഇത്തരത്തിൽ പാലസ്തീനെ സെപ്റ്റംബറിൽ അംഗീകരിക്കാൻ തീരുമാനമെടുത്തതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇസ്രായേലിൻ്റെ പ്രതികരണവും നിലവിൽ വന്നിട്ടുണ്ട്. കാനഡയിലുള്ള ഇസ്രായേലി എംബസി ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. യാതൊരുവിധ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും തങ്ങളുടെ രാജ്യം വഴങ്ങില്ലെന്നും പാലസ്തീൻ പോലെയുള്ള ഒരു ജിഹാദി രാഷ്ട്രത്തെ ഒരിക്കലും ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള നിലപാടിനെ പിന്തുണയ്ക്കില്ല എന്നും കാനഡയിലെ ഇസ്രായേലി എംബസി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാലസ്തീനിൽ നടക്കുന്നു എന്ന് ലോകരാജ്യങ്ങൾ അവകാശപ്പെടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അതുപോലെ തന്നെ പട്ടിണി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇവ പരിഹരിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അജയ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പലസ്തീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതിൻ്റെ അങ്ങേയറ്റത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കുന്നത്. പട്ടിണി മരണങ്ങളെക്കുറിച്ചും അവിടെയുള്ള അവശേഷിക്കുന്ന ജനതയെക്കുറിച്ചുമൊക്കെ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളും അവിടെ നിന്നുള്ള കാഴ്ചകളും ഒക്കെ നമ്മളെയൊക്കെ വല്ലാതെ നൊമ്പരപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഇസ്രായേൽ എന്താണ് അവിടെ ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടേക്ക് എത്തുന്ന സഹായങ്ങളെ പോലും തടുക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഈ ഉത്തരങ്ങൾക്കോ അല്ലെങ്കിൽ വിശദീകരണത്തിനോ ഒന്നും അവിടെ സ്ഥാനമില്ല എന്നത് വാസ്തവമാണ്. അത് എടുത്തു പറയണമല്ലോ. ഈ കാനഡയും UK-യും ഫ്രാൻസും ഒക്കെ ഇത്തരത്തിൽ സ്വതന്ത്ര രാഷ്ട്രമായി പലസ്തീനെ പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരത്തിൽ പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് എത്തുമ്പോൾ അത് പലസ്തീൻ എത്രത്തോളം ഗുണകരമാകും എന്ന ചോദ്യം ഉണ്ടല്ലോ.
അതെ, തീർച്ചയായിട്ടും അത് ഇനി ഈ ഒരു വിഷയത്തിന്റെ ഭാവി എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും പലസ്തീൻ്റെ നിലപാടും അതുപോലെ തന്നെ അവിടെയുള്ള പ്രധാന മിലിറ്ററി ഗ്രൂപ്പായിട്ടുള്ള ഹമാസിന്റെ ഒരു നിലപാടും അനുസരിച്ചിരിക്കും. കാര്യം ഹമാസിന്റെ പിന്തുണയില്ലാതെ അടുത്ത വർഷം അവിടെ ഒരു ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണമെന്നും അതുപോലെ തന്നെ അവിടെയുള്ള സൈനിക ശേഷി അതുപോലെ തന്നെ ആയുധവൽക്കരണം ഇതെല്ലാം കുറയ്ക്കണമെന്നും കാനഡ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫ്രാൻസും അതുപോലെ തന്നെ UK ഇതേ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ അവിടെ ഒരു ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന് ഈ രാജ്യങ്ങളും അവകാശപ്പെടുന്നുണ്ട്. നിലവിൽ ഈ 3 G7 രാജ്യങ്ങളും പലസ്തീനിൽ നടക്കുന്ന ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഇത്തരത്തിൽ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനായി നിലവിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ഇസ്രായേൽ ഇതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നു എന്നുള്ളത് കാനഡയിലെ ഇസ്രായേലി എംബസിയുടെ പ്രസ്താവനയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഉയർന്നു വന്നിട്ടുള്ള പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായിട്ടുള്ള അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങൾ കാരണം കുറച്ച് എയർ ഡ്രോപ്പ് വഴി ഭക്ഷണങ്ങളെല്ലാം വിതരണം ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇസ്രായേൽ ഇത്തരം വാദങ്ങളെ പ്രതിരോധിക്കുന്നത്. എന്തായാലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ, അന്താരാഷ്ട്ര രാജ്യങ്ങൾ, മറ്റ് രാജ്യങ്ങൾ, ലോക രാജ്യങ്ങളുടെ ഒക്കെ പിന്തുണ അത് പലസ്തീന് ഗുണകരമായി തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.